ഇന്നൊരു കിടുക്കാച്ചി ഐറ്റം, കോഴിക്കോട്ടെ ഒരു കിടുക്കൻ കലക്കൻ വിഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പക്ഷേ ഉച്ചസമയത്ത് അത് കിട്ടില്ല, സന്ധ്യയാവണം. എന്നാൽ സന്ധ്യയ്ക്ക് അവിടെ എത്തിയാൽ നിങ്ങൾ വരിയിൽ നിന്ന് ക്ഷമയോടെ കാത്തു നിന്നാലേ ഇത് കഴിക്കാൻ കഴിയൂ. അത്രയധികം ഡിമാൻഡുള്ള ഈ വിഭവം എന്താണെന്നല്ലേ? നിങ്ങൾ ചിലപ്പോൾ ബിരിയാണിയാണെന്നൊക്കെ ഊഹിച്ചിരിക്കും കോഴിക്കോട് എന്ന് പറയുമ്പോൾ. അതല്ല കേട്ടോ. എപ്പോഴും പൊറോട്ടയ്ക്കൊപ്പം ബീഫ് ഫ്രൈയും ചിക്കനും ഒക്കെ കഴിക്കുന്നവരാണ് നമ്മൾ. ഇത്തവണ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ? രുചി വൈവിധ്യങ്ങളുടെ കലവറയായ കോഴിക്കോട് നഗരത്തിലൂടെ വ്യത്യസ്തമായ രുചികൾ തേടി ഒരു രാത്രി യാത്ര നടത്തുകയാണ് അഭിജിത്ത് മുഴക്കുന്നും സംഘവും. റിപ്പോർട്ടിലേക്ക്. അഭിജിത്ത്, വിശന്നിട്ട് വൈകിടാ, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോയാലോ? എനിക്ക് നല്ല വിശപ്പുണ്ട് സുമേഷ് ചേട്ടാ. എന്താ നമ്മള് കഴിക്കുക? നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാം. പൊറോട്ടയും ബീഫും? എപ്പോഴും ഈ പൊറോട്ടയും ബീഫല്ലേ നമ്മള് കഴിക്കല്. വേറെന്ത് കഴിക്കാനാ? വേറെ എന്താ ഇപ്പൊ കഴിക്ക? പൊറോട്ട എന്തായാലും കഴിക്കാം, പക്ഷേ ബീഫ് വേണ്ട. പിന്നെ പകരം ഒരു കിടിലൻ സാധനമുണ്ട്. അതെന്താ? നിങ്ങൾ വണ്ടി എടുക്കാൻ പറഞ്ഞുതരാം. ഓക്കേ. കോഴിക്കോട് നഗരത്തിൽ നിന്ന് വലിയങ്ങാടിയിലേക്ക്, പിന്നെ ഹൽവ ബസാർ, കുറ്റിച്ചിറ റോഡിലേക്ക് തിരിഞ്ഞാൽ മീറ്ററുകൾ മാത്രം അപ്പുറമാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. ജാഫർ ഖാന്റെ സോയാബീൻ ഫ്രൈ കട. ഇടുങ്ങിയ കുറ്റിച്ചിറ റോഡ് സന്ധ്യമയങ്ങിയാൽ ജനത്തിരക്കിലമരും. ഒരൊറ്റ കാരണം, ആവി പറക്കുന്ന സോയാബീൻ ഫ്രൈയുമായി ജാഫറിക്ക റെഡിയാകുന്നത് അപ്പോഴാണ്. ഉണ്ടാക്കുന്നത് വെച്ചാൽ രാവിലെ വന്ന് ഒരു ഹാഫ് വേവിക്കും. ഹാഫ് വേവിച്ചതിൽ മറ്റുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് പിടിച്ച് ഇങ്ങനെ സെറ്റാക്കും. അത് ഹാഫ് വേവിച്ച സാധനമാണിത്. അതൊരു ഹാഫ് പിന്നെ ഇതിലിട്ടിട്ട് നല്ലോണം ഫ്രൈ ആക്കും. അതിങ്ങളെ മുന്നിൽ നിന്ന് എടുക്കും. നല്ല എണ്ണ വയ്ക്കുന്ന സാധനമൊക്കെ ഇട്ട് ഇത് മിക്സാക്കി റെഡിയാക്കി വെച്ചതാണ്. ഇതിലിട്ട് രണ്ടാമത് ഡ്രൈ ആക്കുമ്പോഴാണ് അതിൻ്റെ ഇതാവുക. അത് ആളുകളെ മുന്നിൽ നിന്ന് തന്നെയാണ് ഇതാക്കുന്നത്. നമ്മളൊരു സ്റ്റാർട്ടിങ് 3 മണിക്ക് പാർസൽ കൊടുക്കും, ഒരു 4:30 മണിക്ക് സീറ്റിങ്, രാത്രി 10 മണി. ചിലപ്പോൾ അങ്ങോട്ടും ആവുള്ളൂ. 10 മണി വരെ എന്തായാലും സാധനം ഉണ്ടാവും. ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ നേരത്തെ തീരും, നമ്മളെ ഭാഗ്യം പോലെ. കഴിക്കാനെത്തുന്നവർക്കും രണ്ടഭിപ്രായമില്ല. ജാഫർ ഖാൻ്റെ ഈ സോയാബീൻ കഴിച്ചിട്ട് ഒരു 15 വർഷത്തിലധികമായി. ഈ കടയല്ല, മുമ്പ് ബോംബെ ഹോട്ടലിന് മുന്നിൽ ഒരു ചെറിയൊരു ഉന്തുവണ്ടിയിലാണ് സോയാബീൻ മാത്രം. 4 വർഷത്തോളം കഴിക്കാറുണ്ട്. പിന്നെ ഈവൻ ശബരിമല സമയത്തും മാലട്ടാൽ പോലും ഇവിടെ വന്നിട്ട് കഴിക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തോന്നാറില്ല. പക്ഷേ ഈ സോയാബീൻ കിട്ടാൻ ഞാനിപ്പോൾ 12 കിലോമീറ്റർ ഓടിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അടിപൊളിയാണ്, സൂപ്പറാണ്. ജാഫർ ഖാൻ്റെ കട മസ്റ്റ് വിസിറ്റ്. സാധനം ബെസ്റ്റ് സാധനമാണ്. കഴിച്ച് നോക്കിയാലേ അറിയുള്ളൂ. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വന്ന് കഴിച്ച് നോക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ ഇതിനെപ്പറ്റി. ഇത് വെറൈറ്റി തന്നെ. ഇതൊരു ഹോട്ടലിൽ പോയാലും ഇത് കിട്ടൂല. ഇത് കിട്ടും, ഈ ടേസ്റ്റിൽ കിട്ടൂല. സോയാബീൻ ഫ്രൈക്ക് ഇക്കയുടെ ട്രേഡ് സീക്രട്ട് ഉണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, ഏല, പപ്പ, അതിൻ്റെ ഒരു മസാല, ഒരു ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ പൊടിക്കുന്ന മസാലയാണ്. പിന്നെ സാധാരണ മുളക്, മല്ലി, അതിനനുസരിച്ചിട്ടുള്ള എല്ലാ സാധനവും ഉണ്ട്. പിന്നെ എല്ലാത്തിലും ഉപരി ഇത് ഒരു കൈയുണ്ട്. അത് നമുക്കൊരു പഠിച്ചവനൊരിത് തന്നതാണ്. സോയാബീനിൽ കൈപുണ്യത്തിന്റെ രുചി ചേർത്ത് ജാഫറിക്ക വിളമ്പി തുടങ്ങിയത് വർഷങ്ങൾക്ക് മുൻപ്. ഇതെന്ന് വെച്ചാൽ മുമ്പ് നമ്മളെ ഐസ് ഒരു സ്കൂളിൻ്റെ ഒരു ചെറിയൊരു കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് മഴ സമയത്ത് ചെറുങ്ങനെ തുടങ്ങിയതാണ്. ഞാൻ ടൗണിലൊക്കെ പോകാറുണ്ട്, പല സ്ഥലത്തൊക്കെ ടൂറിനൊക്കെ പോകുന്നത്. അപ്പോൾ എൻ്റെ നോട്ടം ഇതാണ്, ഇങ്ങനത്തെ ഉള്ള ഐറ്റംസ് ഞാനിത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കലുണ്ട്. അങ്ങനെ വിചാരിച്ചത് എന്താ ഇപ്പം ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് ഇറക്കിയാൽ എന്താണെന്ന് അങ്ങനെ ഇറക്കിയതാണ്. അപ്പോൾ സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. സോയാബീൻ ഫ്രൈ ആണ് മെയിൻ. നൈസ് പത്തിരി ഉണ്ട്, വെള്ളയപ്പം ഉണ്ട്, ചപ്പാത്തി ഉണ്ട്, കുബൂസ് ഉണ്ട്, പൊറോട്ട ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം.
100 വാങ്ങുമ്പോൾ 35 റുപ്യ, അത് 200 വാങ്ങുമ്പോൾ 65, 250 വാങ്ങുമ്പോൾ 75, 150 ഗ്രാം വാങ്ങുമ്പോൾ 50, 350 വാങ്ങുമ്പോൾ 100 റുപ്യ, അര കിലോന് 140, കിലോ വാങ്ങുമ്പോൾ 280. അതാണ് അതിൻ്റെ റേറ്റ്. അങ്ങനെ ജാഫർ ഖാൻ്റെ സോയാബീൻ ഫ്രൈയും കഴിച്ച് ഞങ്ങൾ മടങ്ങുകയാണ്. ഇനിയും ഇവിടേക്ക് വരുന്നുള്ള കാര്യത്തിൽ സംശയമില്ല, അല്ലേ സുമേഷ് ചേട്ടാ? ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും ജാഫർക്ക് ഇവിടെ ഉണ്ടാവും. ഒപ്പം നല്ല ചൂട് സോയാബീൻ ഫ്രൈയും. മുനീഫ് തിരൂരിനും സുമേഷിനുമൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. സോയാബീൻ ഫ്രൈയെ പറ്റി ഒരുപാട് അഭിപ്രായം പറയുന്നുണ്ട്. പക്കാവട പോലെ തോന്നി സോയാബീൻ ഫ്രൈ എന്ന് പറയുന്നു വസന്തകുമാരി. പക്കാവട പോലെയല്ല, പക്ഷേ ആ ആളുകളുടെയൊക്കെ കമൻറ്റ് കേൾക്കുമ്പോൾ, ഭക്ഷണം കഴിച്ച ആളുകളുടെയൊക്കെ ഒരു റെസ്പോൺസ്, റിയാക്ഷൻ കേൾക്കുമ്പോൾ അത്രയും ജെന്യുവിനാണ്. വന്ന് കഴിച്ച് തന്നെ അറിയണം ഈ കൈപ്പുണ്യം എന്നവർ പറയുന്നു. അത് ഈ കൈയാണ് എന്ന്, അതിൻ്റെ കൈപ്പുണ്യമാണ് അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് ജാഫർ കെയും പറയുമ്പോൾ ഏതായാലും അത് പരീക്ഷിച്ച് തന്നെ അതിൻ്റെ രുചി അറിയുക. കോഴിക്കോടിന് പോകുമ്പോൾ കഴിക്കാൻ ആരും മറക്കണ്ട ജാഫർ കെയുടെ സോയാബീൻ ഫ്രൈ.